2025 മലയാള സിനിമയ്ക്ക് വമ്പൻ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി മാസത്തിൽ മാത്രം ചെറുതും വലുതുമായിട്ട് 28ഓളം സിനിമകൾ തിയേറ്ററിലെത്തി. അതിൽ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയും അതോടൊപ്പം തന്നെ മറ്റ് ചില സിനിമകളും ബാക്കിയുള്ള ബിസിനസ് കാര്യങ്ങളെല്ലാം ചേരുന്ന സമയത്ത് പ്രോഫിറ്റ് ആവും എന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സിനിമകളും തിയേറ്ററിൽ വമ്പൻ പരാജയമായി മാറിയിട്ടുണ്ട്. ഏകദേശം 110 കോടിയോളം രൂപയാണ് ജനുവരി മാസത്തിൽ മാത്രം പ്രൊഡ്യൂസേഴ്സിന്റെ മലയാള സിനിമയിൽ നിന്നുള്ള നഷ്ടക്കണക്കുകൾ. 8 കോടി സംതിങ് ആയിരുന്നു രേഖാചിത്രം എന്ന മൂവിയുടെ ബഡ്ജറ്റ്. ആ ഒരു സിനിമ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ഏകദേശം 58-60 കോടി റേഞ്ചിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ചിത്രം വലിയ വിജയമായി തീർന്നു. തിയേറ്ററിൽ ആസിഫ് അലി അതുപോലെ മമ്മൂക്കയുടെ സാന്നിധ്യം ഇതൊക്കെ തന്നെയാണ് സിനിമയ്ക്ക് ഇത്രയും വലിയ വിജയം കൊണ്ടുവരാൻ സാധിച്ചത്. പിന്നീട് ജനുവരി മാസത്തിൽ തിയേറ്ററിലെത്തി തിയേറ്റർ കളക്ഷനും ബാക്കിയുള്ള ബിസിനസ് എല്ലാം ചേരുന്ന സമയത്ത് പ്രോഫിറ്റ് ആവുന്ന സിനിമകളാണ്. ഒന്ന് മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പേസ് എന്ന് പറയുന്ന ചിത്രം. അതിൻ്റെ ബഡ്ജറ്റ് വൈസുള്ള വലിയ ചർച്ചയും കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത്. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മമ്മൂക്കയുടെ റെമ്യൂണറേഷൻ ചേർക്കാതെ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 8-9 കോടിയാണെന്നുള്ള റിപ്പോർട്ടുകൾ ചിത്രം റിലീസിന്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 19 കോടി 28 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ്. ഈ ഒരു സിനിമയ്ക്ക് ഇത്രത്തോളം ബഡ്ജറ്റ് വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനിലാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കാണിക്കണം. അപ്പോൾ മമ്മൂക്കയുടെ റെമ്യൂണറേഷൻ ഇല്ലാതെ 8 കോടി 9 കോടി റേഞ്ചാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കറക്റ്റാണ്. അപ്പോൾ മമ്മൂക്കയുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 10 കോടിയോളം രൂപയാണ് മമ്മൂക്ക ഒരു ചെറിയ സിനിമയ്ക്ക് പ്രതിഫലമായിട്ട് വാങ്ങുന്നത്. അത് മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണെങ്കിൽ പോലും അതിൻ്റെ കറക്റ്റ് എമൗണ്ട് കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ടാക്സ് കാര്യങ്ങളെല്ലാം വെട്ടിക്കുറച്ച് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിന് വലിയ രീതിയിലുള്ള ഫൈന് കാര്യങ്ങളെല്ലാം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ അല്ലാത്ത സിനിമയിലാണ് മമ്മൂക്ക അഭിനയിക്കുന്നതെങ്കിൽ ആ ഒരു സിനിമയിൽ മമ്മൂക്ക അഭിനയിക്കുന്ന സമയത്ത് മമ്മൂക്ക ഏറ്റവും കുറഞ്ഞത് ചെറിയ സിനിമയാണെങ്കിൽ കൂടെ 10 കോടിയാണ് മമ്മൂക്കയുടെ റെമ്യൂണറേഷൻ. ഇപ്പോൾ ബിഗ് ബഡ്ജറ്റ് സിനിമയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്കാണ് മമ്മൂക്ക ഒരു സിനിമക്കായിട്ട് റെമ്യൂണറേഷൻ വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് 19 കോടി 28 ലക്ഷത്തിലേക്ക് മമ്മൂക്കയുടെ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ലോ ബഡ്ജറ്റായി തോന്നുമെങ്കിലും മമ്മൂക്കയുടെ റെമ്യൂണറേഷൻ എന്നുള്ളത് ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. അതും കൂടെ ചേരുന്ന സമയത്ത് ആ ഒരു ബഡ്ജറ്റിലേക്ക് എത്തുമ്പോൾ ആ ഒരു സിനിമ തിയേറ്ററിൽ നിന്നും ഇതിനോടകം തന്നെ നേടിയത് 20 കോടിക്കടുത്താണ്. വേൾഡ് വൈഡിൽ നിന്നും കേരളത്തിൽ നിന്നും മാത്രമായി നേടിയിരിക്കുന്നത് 10 കോടിക്കടുത്തും. ഈ ഒരു സിനിമ OTT റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സ് എല്ലാം ഇതിനോടകം തന്നെ വിറ്റു പോയിട്ടുണ്ട്. ഒരു രണ്ടഭിപ്രായമായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും കിട്ടിയത്. തിയേറ്റർ കളക്ഷനും അതുപോലെ ബാക്കിയുള്ള റൈറ്റ്സ് എല്ലാം ചേരുന്ന സമയത്ത് ഈ ഒരു സിനിമ പ്രോഫിറ്റ് ആണ് എന്നാണ് സിനിമയുടെ പ്രൊഡ്യൂസർ സംഘടന പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സിനിമയുടെ ബഡ്ജറ്റും ഏകദേശം 9 കോടിയോളം രൂപയാണ്. അതോടൊപ്പം തന്നെ ഒരു ജാതി ജാതകം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസൻ ചിത്രം, ആ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റ് 5 കോടിയോളം രൂപയാണ്. പൊന്മാനും അതുപോലെ ഒരു ജാതി ജാതകം എന്ന ചിത്രത്തിന്റെ തിയേറ്റർ കളക്ഷനും ബാക്കിയുള്ള സാറ്റലൈറ്റ് OTT റൈറ്റ്സ് എല്ലാം ചേരുന്ന സമയത്ത് ഈ രണ്ട് സിനിമകളും ബിസിനസ് വൈസ് നോക്കുന്ന സമയത്ത് നിർമ്മാതാക്കൾക്ക് പ്രോഫിറ്റായി മാറും. അങ്ങനെ മലയാളത്തിൽ 4 സിനിമകളാണ് ഇതിനോടകം തന്നെ തിയേറ്റർ കളക്ഷനും ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ചേരുന്ന സമയത്ത് പ്രോഫിറ്റായി മാറുന്നത്. അതിൽ രേഖാചിത്രം മൂവി വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ചു. ആ ഒരു സിനിമയുടെ ടോട്ടൽ ബിസിനസ് എല്ലാം ചേരുന്ന സമയത്ത് 75 കോടിക്ക് മുകളിലുള്ള ഒരു ബിസിനസ് ഈ ഒരു സിനിമ നടത്തി എന്നുള്ളത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ നേരത്തെ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് നൽകിയതാണ്. അങ്ങനെ മലയാള സിനിമ വലിയ രീതിയിലുള്ള സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ജനുവരി മാസത്തിൽ സേഫായ 4 സിനിമകൾ ഇതാണ്. ഡൊമിനിക് 20 കോടിയോളം രൂപ ബഡ്ജറ്റ് വന്ന സിനിമ, ആ ഒരു സിനിമ വരെ രണ്ടഭിപ്രായം വെച്ചുകൊണ്ട് തിയേറ്ററിൽ സേഫായി. ബാക്കിയുള്ള റൈറ്റ്സുകളെല്ലാം ചേരുന്ന സമയത്ത് മമ്മൂക്ക, ആസിഫ് അലി, ബേസിൽ ജോസഫ്, അതോടൊപ്പം തന്നെ വിനീത് ശ്രീനിവാസൻ. മലയാള സിനിമ 110 കോടിയുടെ നഷ്ടം ജനുവരി മാസത്തിൽ 2025. എന്നിരുന്നാലും ഈ 4 നടന്മാർക്ക് അഭിമാനിക്കാം. കാരണം തങ്ങൾ ഭാഗമായ സിനിമകൾ പരാജയമായില്ലല്ലോ എന്ന് ഓർത്തിട്ട്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.